നെസി എന്തുകൊണ്ട് ഒന്നാമത്തെ നോമ്പിന് വീട്ടില് ഭർത്താവിന്റെ വീട്ടിലുണ്ടായില്ല? പറ പറ പറ. അങ്ങനെയല്ലേ അല്ലേ അല്ലേ? ഭർത്താവിന്റെ വീട്ടിലല്ല ഒന്നാം നോമ്പിന് വേണ്ടത്. നെസിക്ക് ഞാനൊരു ചാനൽ തുടങ്ങി കൊടുക്കും. അപ്പൊ നെസി അതിൽ പറയും സത്യാവസ്ഥ അതൊന്നുമല്ലായിരുന്നു ഗൈസ്. മൂത്തച്ചി ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. മൂത്തച്ചി ഡേഞ്ചർ ആണ്. കണ്ട തല്ല നോങ്ങിയണ്ടില്ലേ തല്ലും ചെയ്യും. മൂത്തച്ഛൻ എങ്ങനെയുണ്ടടി? എങ്ങനെയുണ്ടടി? സൂപ്പറാ. ഉമ്മ അങ്ങോട്ടൊക്കെ ആ കുട്ടീനെ എടുത്തിട്ട് വേണ്ടാലോ. എന്തേ അവിടേക്കാണ് വരണ്ടേന്ന്? ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷംലീസ. ഇന്ന് ഞങ്ങൾ അപ്പൂസിൻ്റെ യൂണിഫോമിൻ്റെ അളവെടുക്കാൻ വേണ്ടിയിട്ട് എടപ്പാളുള്ള ദാറുൽ ഹിദായ സ്കൂളിൽ വന്നതാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് കുറേ ആൾക്കാർ കണ്ടല്ലേ? ഇവിടെ വന്നിട്ട് കുറേ വ്യൂവേഴ്സിനൊക്കെ കണ്ടിട്ടോ. അപ്പം നമ്മളെ കുറേ വ്യൂവേഴ്സ് എടപ്പാൾ പരിസരത്തൊക്കെ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. ഇനി ആരെങ്കിലുമൊക്കെ ഇവിടെ ഈ സ്കൂളിൽ ദാറുൽ ഹിദായ സ്കൂളിൽ ആരെങ്കിലും മക്കളൊക്കെ പഠിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പൂസിൻ്റെ യൂണിഫോം കിട്ടി. അപ്പൂസിൻ്റെ പേര് പറഞ്ഞിട്ട് ആർക്കും അറിയില്ലല്ലോ. അപ്പൂസ് എന്നല്ല അറിയുള്ളൂ. അപ്പൂസിൻ്റെ പേര് പറഞ്ഞിട്ട് എന്താണ് പേര്? പേടിയാണ്. പലർക്കും അപ്പൂസിൻ്റെ പേര് അറിയില്ല കേട്ടോ. പേരിടണമൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ പറഞ്ഞിരുന്നു. എസ്താൻ മുഹമ്മദ് അല്ലേ? എസ്താൻ മുഹമ്മദ് നമ്മുടെ പേര്. അപ്പൂസിന്ന് വിളിക്കുന്ന എന്താണ് എന്നങ്ങോട്ട് ശരിയാവണില്ലല്ലോ അപ്പൂസേ. അവൻ കുന്തം തടിക്കുന്നു. സ്കൂളിൽ പോക്ക് കൊടുക്കിയാലേ ഒരിക്കലും തടിക്കൂല സന. കറക്റ്റാ? നോക്കട്ടെ. ആ മറ്റേതല്ലല്ലോ. ഒരു കാര്യം ചെയ്യും, ശങ്കരാടിന്റെ മക്കളൊക്കെ അപ്പൊ സാർ പോക്കറ്റിൽ കയ്യത് ചിരിക്ക്. അവൻക്ക് ഇഷ്മാണീനെ കാണണം, ആദൂനെ കാണണം. അവൻ്റെ വിചാരം അവൻ്റെ വീട്ടിലുള്ള കുട്ടികളൊക്കെ അവൻ്റെ ക്ലാസ്സിലാണെന്ന്. അവൻ്റെ വീട്ടിലുള്ള ആദുണ്ട്, ഇഷ്മാണിയുണ്ട്. വേറെ ആരാടാ? ദിലു പഠിത്തന്നല്ലേ? എല്ലാവരും കൂടെ ഒരു ക്ലാസ്സിലാണ്, ഒരു വീട്ടിൽ നിന്നുള്ള പോലെ എല്ലാവരും. ഞാൻ അളവൊക്കെ എടുത്ത് ഇറങ്ങിയിരിക്കുക കേട്ടോ. അപ്പൂസിന്റെ ചെരുപ്പ് പോക്കല്ലേ നോക്കി. അപ്പൂസിന്റെ ചെരുപ്പിനെ പറ്റി മുകളിലോട്ട് പോകുന്നു ക്യാമറ. അപ്പൂസെ ചെരുപ്പ് കാണിച്ചു. ഫില കേറിക്കോളെ. ആ ഞാൻ അതിലൂടെ ഞങ്ങൾ അപ്പൂച്ചിന്റെ വീട്ടിൽ പോവാണല്ലോ അല്ലേ? അപ്പൂച്ചേ എന്തിനാ പോണത്? അപ്പൂച്ചിന്റെ അമ്മമാനെ കാണാന്. അമ്മമാനെ കാണണ്ടേ? അമ്മമാനെ കാണാൻ വേണ്ടിട്ട് പോവാണല്ലോ. അത് കഴിഞ്ഞിട്ട് വേണം നെസിന്റെ വീട്ടിൽ പോവാന്. നിങ്ങളിതാ താറായിട്ടുണ്ട്. ഇവിടുന്ന് ചിലപ്പോ നെസിന്റെ അങ്ങോട്ട് ഷോർട്ട് കട്ട് ഉണ്ടാവും. പോക്കിയാ മതി. അങ്ങോട്ട് തിരിച്ച നമ്മള് റൈറ്റ് എടുത്ത് പോവാം. ഞങ്ങൾ ഇവിടുന്ന് ഫ്ലോറ ഫാന്റസി പോയിന്ന് പെട്ടെന്ന് എത്തി. പെട്ടെന്ന്
പേരുകളല്ലേ. സനന്റെ നാടല്ലത്. മീശപ്പടി അറിയാം, ആശുപത്രിപ്പടി അറിയാം, ഇരിങ്ങാവൂര് അറിയാം, സ്കൂൾ പടി അറിയാം, പനമ്പാല അറിയാം. പോരെ. പാറമലൊക്കെ എനിക്ക് അറിയാം. ഇല്ലേ പാറമല് എന്റെ അമ്മായി ഉണ്ട്. പാറമല എന്റെ അമ്മായി ഉണ്ട്. സത്യ സംഭവം ശരിയാട്ടാ. എനിക്ക് സ്ഥലങ്ങളൊക്കെ പെട്ടെന്ന് ആണ്ട് എടുത്താൻ കിട്ടൂല. കൊറേ കാലം ഇങ്ങനെ പോണം, എന്നാലേ റെഡി ആയി കിട്ടുള്ളൂ. അല്ല ഞാൻ പെട്ടെന്ന് മറക്കും. എനിക്കൊക്കെ ഉണ്ട് സംഭവം. നമ്മൾ പെട്ടെന്ന് ഉറക്കുന്ന കണ്ടിട്ടില്ലേ എയർപോർട്ടിലൊക്കെ ആവുന്ന സമയത്ത് എല്ലാ ബേസും സെയിം ആവില്ല. പെട്ടെന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ലൊക്കേഷനിൽ ഇങ്ങനെ നോക്കുന്ന ഇത് എവിടെയാണ് ഏതാണ് ഒരു ഐഡിയ ഇട്ടില്ല. പോയാൽ പോകാൻ. പക്ഷെ മുന്നൊക്കെ നല്ല ഓർമ്മ ഉണ്ടാവട്ടെ അങ്ങനത്തതൊക്കെ. എത്തിയല്ലേ. അപ്പൂസിന്റെ ഒരു സന്തോഷം. അപ്പൂസിന്റെ വീടെത്തിയപ്പോ ഹാപ്പിയാണോ? വീട്ടിലുണ്ടോ? ആന്റിക്കുണ്ടോ? പിന്നെന്താ ബാഗ് എടുക്കാനാ? എന്നാ ഇറങ്ങിക്കോ ചാടിക്കോ. എല്ലക്കുട്ടി ചാടിക്കോ. എന്താണ് നല്ല അടിപൊളിയാവും. പുറത്തോട്ട് കാണുമ്പോ നോക്കുന്ന സമയത്ത് തണുപ്പില് പോണായിരുന്നു. തണുപ്പ് കാലത്തെ കാട്ടിൽ കൂടി പോണായിരുന്നു. വെച്ചിട്ട് പുറത്തേക്ക് നോക്കി. ഇത് വെറുതെ സ്റ്റൈലിൽ വെക്കുന്ന സാധനമില്ല. പറയണത് വെച്ചാ തണുപ്പുണ്ട്. തണുപ്പ് മാത്രല്ല രസം എനിക്ക് വെച്ചിട്ട് ഞാൻ എടുത്തോളാം. പിന്നെ വല്ലുമ്മ നമ്മളിങ്ങനെ നിഷിമീമിനെ വിളിക്കാൻ പോവാണ് കേട്ടാ. നിഷിമീമിന്റെ വീട് എത്താനായിട്ടുണ്ട്. എത്താനായിട്ടുണ്ടാ 19 മിനിറ്റ് എക്സാക്ട്ലി 8.9 കിലോമീറ്റർ. എക്സാക്ട്ലി 19 മിനിറ്റ്. 1:56 നമ്മളവിടെ എത്തും. ഇപ്പോ സമയം വന്നിട്ട് 1:38. മിസ്സി പഠിക്കുന്ന കോളേജ് ആട്ടത് ജെയ്ത്തൂൻ അല്ലേ. മാറുന്നില്ല. ശരിയാക്കി തരാം. ഇത് എവിടെയാണ് സ്ഥലം? നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളില്ല. നമുക്ക് ഇറങ്ങാം. വരുന്ന വഴിക്ക് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ. അതെവിടെയാണ്? ഏതാണ് ഭംഗിയുള്ള സ്ഥലം? ഏതാണ്? ഇവിടേക്ക് നോക്കൂ. ഇപ്പൊ ഇറങ്ങണില്ലേ? എന്താ ഇവിടെ ഇപ്പാക്ക് ഇതൊന്നും പോലെ. ഇപ്പാക്ക് എവിടെയാണ് ഇപ്പൊ പറയുന്നത്? അസർബൈജാന് പോണെന്നാണ് ഇപ്പൊ ആഗ്രഹം പറയണത്. സ്വിറ്റ്സർലാൻഡ്, മലേഷ്യ, അസർബൈജാനൊക്കെയാണ് അത്ര ഇപ്പാക്ക് പോകേണ്ടത്. ഈ ആപ്പൂപ്പ സ്ഥലത്തൊന്നും വരണ്ടെന്ന് പറയണത്. അടിപൊളി സ്ഥലങ്ങളാണിത്. അധികം ഈ വെയിലത്ത് നിക്കാൻ വയ്യട്ടാ. ഈ വീട് ഈ വീട് ഇതന്നെ ഈ ഗേറ്റ്. ആണ് തന്നെ. ആരുമില്ലേ?
നല്ല സുഖമല്ല എനിക്ക്. മറന്നിട്ടില്ലല്ലേ? ഇവിടെ ഉണ്ട്. ഇല്ലടി മറന്നിട്ടില്ല. അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് വരില്ല. ആരാണത് പൊന്നോ? ഞാനേ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ കളിക്കണതും ഇവളെ മോളെ കൊഞ്ചിക്കണത് ഒക്കെ കാണുമ്പോൾ ഞാൻ അപ്പം ക്യാമറ എടുത്തിട്ട് വീഡിയോ എടുക്കൂട്ടാ. ഇവള് ജനിച്ച അന്ന് മുതൽ ഇതുവരെ ഞാൻ ഒരു സംഖ്യൻ്റെ വീഡിയോ രണ്ടുപേരും എടുത്ത് കൂട്ടിയിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെയും വീഡിയോയോ ഫോട്ടോ ഒന്നും ഈ മനുഷ്യന് എടുക്കൂല. എന്നിട്ട് ഞാൻ പറഞ്ഞിട്ട് വേണ്ട. ഇല്ല വിശ്വസിക്കരുത്. ഇവളെ പ്രശ്നം എന്താ അറിയോ, ഞാൻ ഇവളെയും കൊച്ചിന്റെ വീഡിയോ എടുക്കുമ്പോ എന്നോട് അതിൽ നിൽക്കാൻ പറയും. അപ്പൊ 3 ആളായില്ലേ? എനിക്ക് പറഞ്ഞാൽ 3 പേരും വേണം. അപ്പൊ നീ കംപ്ലൈന്റ് ചെയ്യുന്നത് എന്താണ്? നിന്റെയും കൊച്ചിന്റെയും വീഡിയോ ഇല്ല എന്നാണ് കംപ്ലൈന്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ആ പരാതി മാറ്റി തരാൻ വേണ്ടിട്ട് ശ്രമിക്കുമ്പോ ഞാനും അതിലൂടെ വേണം. എന്നാ പിന്നെ നിനക്ക് വീണ്ടും കംപ്ലൈന്റ് ചെയ്യാലോ. എന്താ സാധനം? ഇന്നലെ രാത്രി അവർ രണ്ടുപേരും ഒറ്റക്ക് കിടന്നുകൊണ്ട് ഫോട്ടോ എടുക്കുക. ഞാൻ എന്താ പോകെ ലാസ്റ്റ് നീയും ഞാൻ പറഞ്ഞില്ല. എന്റെ നെഞ്ഞത്ത് എടുത്തിട്ട് ഞാൻ എപ്പോഴും ഇവിടെ ഫോട്ടോ എടുക്കുന്ന നിന്നെയും നെഞ്ഞത്ത് ഞാനൊരു ഭാഗത്ത് കിടന്നു ചെന്ന് ക്ഷമ നൽകണേ. അതെ, ഒരുവിധം ഭർത്താക്കന്മാരൊക്കെ അങ്ങനെ തന്നെ തോന്നണം. ഞാൻ കുറെ റീൽസ് കണ്ടിട്ടുണ്ട്. ഇന്നലെയും കൂടെ ഞാൻ കണ്ടു. സ്റ്റോറി കിട്ടിയിരുന്നു. അല്ല നിങ്ങൾ തന്നെ പറ. നമ്മൾ അവര് കുട്ടിയും കൂടിയുള്ള കുറെ മൊമെന്റ്സ് ഒക്കെ എടുത്തു വെക്കും. എന്നിട്ട് ഇന്നലെ കണ്ടിട്ട് പറയാം, എടി എന്ത് രസാലേ ഇവളെ ചെറുപ്പത്തിലത്തെ വീഡിയോ ഒക്കെ നമ്മൾ എന്തുകൊണ്ട് ഞാൻ എടുത്തതുകൊണ്ട്. ഈ കുട്ടി വിചാരിക്കും കുറെ കഴിഞ്ഞാല് ഉമ്മ എന്നെ കൊഞ്ചിച്ചിട്ട് നോക്കിയിട്ടേ ഇല്ല. നോക്കിയത് മൊത്തം വാപ്പയാണ്. കാരണം വാപ്പന്റെ കൂടെയുള്ള മൊമെന്റ്സ് മാത്രമേ ഉള്ളൂ. ഇനി എന്ത് മൊമെന്റ്സ് കിട്ടാൻ അതിനെ പിടിച്ചോടത്ത് കിട്ടണില്ല. അപ്പൊ പിടിച്ചോടത്ത് കിട്ടിയിരുന്ന സമയത്ത് ഫുള്ള് വാപ്പാന്റെ കൂടെയുള്ള മൊമെന്റ്സ് ആണ്. അവിടെ വെല്ലിമ്മ വന്നു. അപ്പൊ വെല്ലിമ്മ വന്നപ്പോ ഞാൻ എനിക്കും കൊച്ചിനെ വേണം. കൊച്ചിനെ കൊണ്ടേക്കോ, ഫുള്ളായിട്ട് നീ എടുത്തോ. കൊച്ചിന്റെ കൂടെയുള്ള വീഡിയോ വേണോ? എനിക്ക് പിടിച്ചാ കിട്ടണില്ലല്ലോ. സത്യാവസ്ഥ എന്താ അറിയോ, ഇവളെ ഫുൾ ടൈം നോക്കിയിട്ടുള്ള ഞാനാണ്. ഈ വീഡിയോ ഞാനല്ല. 1 മിനിറ്റ് നല്ല നോക്കാറുണ്ട്. ഇവളും വെള്ളക്കുട്ടിയും ഞാനും കൂടി ഉള്ള വീഡിയോ വരാൻ എന്താ കാരണം? ഇവിടെ എന്റെ കയ്യിലായതുകൊണ്ടല്ലേ നിനക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. അപ്പൊ നീ പറയുന്നത് കുറേ വീഡിയോ ഉണ്ട്. ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ. കുറേ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. ഈ കുറേ വീഡിയോ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കുറേ സമയം ഇവളെന്റെ അടുത്ത് വേണ്ടേ പറ അല്ലേ? അപ്പൊ ആരാ കൂടുതൽ കൊച്ചിനെ നോക്കുന്നത്? അയ്യടാ അങ്ങനെ പറഞ്ഞാണ്ട് കുട്ടിക്കും കൂടി ചിരി അവൾക്കും കൂടി ചിരി. അതാണ് സത്യാവസ്ഥ. ഞാനാണ് ഇവിടെ കൂടുതൽ നേരം നോക്കി. അങ്ങനൊന്നുമില്ല, രണ്ടുപേരും ഞങ്ങൾക്ക് അതന്നെ ഇഷ്ടം. കുട്ടി ഉമ്മാനെ പോക്കറ്റിൽ വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്ക് അല്ലേ, നിങ്ങൾക്ക് അങ്ങനെ തന്നെ അല്ലേ? നമ്മളെക്കാളും കൂടുതൽ കുട്ടികൾ വാപ്പാനെ ഇഷ്ടപ്പെടുമ്പോഴല്ലേ നമുക്ക് സന്തോഷം. ഇവിടെ അങ്ങനെ തന്നെയാണ്. ആ പേരും പറഞ്ഞിട്ട് കൊച്ചിനെ നമ്മളെ കയ്യിൽ തന്നു കഴിഞ്ഞാല് കൊച്ചിനെ നമ്മൾ നോക്കും. അതിന് വേണ്ടിയിട്ടാണ്. നെസി എന്തുകൊണ്ടോ ഒന്നാമത്തെ നോമ്പിന് ഭർത്താവിന്റെ വീട്ടിൽ ഉണ്ടായില്ല? പറ അങ്ങനെയല്ലേ അല്ലേ? അല്ലേ, ഭർത്താവിന്റെ വീട്ടിലല്ല 1-ാം നോമ്പിന് വേണ്ടത്. മൂത്തച്ഛി പോരെടുക്കണെന്ന് പറയണേ. എന്തുകൊണ്ടാണ് പറഞ്ഞോട്. നമ്മളെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനത്തെ പഴയ ആചാരങ്ങളൊന്നും ഇല്ലല്ലോ. ആചാരങ്ങൾ അങ്ങനത്തെ സംഭവം ഉള്ളത് ഞങ്ങൾക്ക് അറിയില്ല. അതാണ് ഒന്നാമത്. രണ്ടാമത് ഇപ്പൊ കുറെ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചു. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ബറാത്തിന് ഭർത്താവിന്റെ വീട്ടിൽ വേണോ, ഫസ്റ്റ് നോമ്പിന് വേണോ? നമുക്ക് അങ്ങനെ ഒന്നും ഇല്ല നെസിയെ അല്ലേ? അതുകൊണ്ട് നെസിനോട് പോവാൻ പറഞ്ഞ തന്നെയാണ്. ഇല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം കുറെ നമ്മളെ ഫാമിലീസ് ഒക്കെ കുറെ ഓർത്തഡോക്സ് ആയിരുന്നല്ലോ. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങള്, സ്ട്രിക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള്. അപ്പൊ അതിന്റേതായ ബുദ്ധിമുട്ടുകൾ അതിലുണ്ടായിരുന്നു. ഇപ്പൊ കുറെ ഓപ്പൺ ആണ്. ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാല്, എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് തന്നെ പലരും ചോദിക്കും, അങ്ങനെ ഇപ്പോൾ 1-ാം നോമ്പിന് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താ അവിടെ അല്ല ഉണ്ടാവേണ്ടതെന്നൊക്കെ. നമ്മുടെ വീട്ടിൽ ആദ്യം മുതലേ അങ്ങനത്തെ ഒരു സിസ്റ്റം ഒന്നും ഇല്ല. അമ്മക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ പലരും ചോദിച്ച സ്ഥാനം എന്താണ് 1-ാം നോമ്പിന് ഇവിടെയെന്ന്. അവരുടെ വീട്ടിലും അങ്ങനത്തെ ഒരു കുഴപ്പമില്ല. ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊന്നും അത് മാറില്ല കേട്ടോ. അതിലൊന്നും ഒരു കാര്യമില്ല. അവളോട് പറഞ്ഞാൽ അവൾക്ക് ഇഷ്ടമുള്ള അത്ര നിൽക്കാൻ. ഇനി വേണമെങ്കിൽ നിൽക്കാൻ പറഞ്ഞില്ലേ അല്ലേ?
പക്ഷെ ഷമീം പറഞ്ഞതാണ് അവളെനി കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ വന്ന് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാം. ഷമീമ് മാത്രല്ല, ഇവള് ഫോൺ ചെയ്തിട്ടല്ല ഞാൻ അങ്ങോട്ട് തിരിച്ചു വരണ്ടേ, നിങ്ങളെ ഒഴിവാക്കിയെന്നൊക്കെ ചോദിച്ചു. അവൾക്ക് ഞങ്ങളെ കൂടെ നിൽക്കാനാ ഇഷ്ടം. എടി നെസിങ്ങനെ അത് നെസ്സിക്ക് ഞാനൊരു ചാനൽ തുടങ്ങി കൊടുക്കും. അപ്പൊ നെസ്സി അതിൽ പറയും സത്യാവസ്ഥ അതൊന്നുമല്ലായിരുന്നു ഗൈസ്, മൂത്തച്ചി ഭയങ്കര ഡേഞ്ചർ ആയിരുന്നു. മൂത്തച്ചി ഡേഞ്ചർ ആണ്. കണ്ട ഇവള് തല്ലനോങ്ങിയണ്ടില്ല എന്നെ ഇങ്ങനെ തല്ലും ചെയ്യും. അനാവശ്യം പറഞ്ഞു കഴിഞ്ഞാല് ആവശ്യമില്ല. മൂത്തച്ഛൻ എങ്ങനെയുണ്ടടി? എങ്ങനെയുണ്ടടി? സൂപ്പറാ. സൂപ്പറാണ്. ഇവൾക്ക് വന്നോടനെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു പേടിയാണ്. പക്ഷെ പിന്നെ പേടിയൊക്കെ പോയില്ലേ? ഇയാള് മൂത്തച്ഛനോട് അങ്ങനെ റെസ്പെക്ട് മുന്നേന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ഉമ്മ പറഞ്ഞിരുന്നേ അങ്ങനെ റെസ്പെക്ട് ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്താണ്. എന്നെ റെസ്പെക്ട് ചെയ്യണ്ട, എനിക്ക് റെസ്പെക്ട് എന്ന് പറഞ്ഞ സാധനമേ വേണ്ട. ഈ റെസ്പെക്ട് ഇതൊക്കെ ഉണ്ടാവുമ്പോഴാണ്, നിലയും വില എന്നുള്ള വേർഡൊക്കെ ഉണ്ടാവുമ്പോഴാണ് ആ ബന്ധത്തിനിടയിൽ ഒരു വിള്ളൽ വരുന്നത്. എനിക്ക് നമ്മളെ വീട്ടിലെല്ലാവരും നമ്മൾ നല്ലൊരു കണക്ഷൻ ഉണ്ടാവും, നല്ലൊരു കെമിസ്ട്രി വർക്കൗട്ട് ആവും. അവിടെ നമുക്ക് ചിരിയും കളിയും തമാശയും ഹാപ്പിനെസ്സും എല്ലാം ഉണ്ടാവുള്ളൂ. എന്ന് വെച്ചാൽ ഫുള്ള് 24/7 നമ്മൾ ഹാപ്പി ആണെന്നല്ല, നമുക്കും നമ്മളുടേതായ പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്, വേദനകളുണ്ട്. പക്ഷെ അതൊക്കെ മറക്കാനാണ് ഇങ്ങനത്തെ ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്നത്. മുന്നേന്റെ കല്യാണം കഴിഞ്ഞ് വന്ന ഉടനെ ഉമ്മ പറഞ്ഞിരുന്നു മുത്തച്ഛന് ഉപ്പാനെ പോലെയാണെന്നൊക്കെ. ഞാൻ പറഞ്ഞു എനിക്ക് ആ സ്ഥാനം വേണ്ട, ഞാൻ നിങ്ങളുടെ ഒരാളാണ്. സനക്ക് വിശക്കുണ്ടെന്നാ, വിശക്കുന്നുണ്ടെന്ന് സനക്ക് നോമ്പിൽ അങ്ങനൊക്കെ പറയാൻ പാടില്ല. ഇപ്പൊ മനസ്സിലായില്ല സനക്ക് നോമ്പിലൊന്നും പറയാൻ കിട്ടില്ല. ഇന്നൊക്കെ ഓരോരുത്തിട്ടുണ്ട്. സനന ഊക്കലാണ്. ഇല്ലടി ഭക്ഷണം കഴിച്ചിരിക്കണ അവളെ. നീ എന്തെങ്കിലും കൊടുക്കണ? നീ അവിടെ പോയിട്ട് കൊടുത്താൽ പോരാ. എന്തിനാണെന്നറിയോ? ഇതിനാണ് ഞാൻ വിചാരിച്ചു എന്താണ് ഇപ്പൊ സംഭവം. അല്ലെങ്കിൽ അവൾക്ക് വേണ്ട. ഉമ്മ അങ്ങോട്ടൊക്കെ ആ കുട്ടീനെ എടുത്തിട്ട് വേണ്ടാലോ. എന്തേ അവിടേക്കാണ് വരണ്ടേന്ന്? അതോ ഭയങ്കര കരച്ചില്. ഉമ്മ എടുത്തിക്കണ കേട്ടാ. തിന്നോ കൊടുത്തോക്കട്ടെ. ഉമ്മ എടുത്താ വലിയ കുഴപ്പമില്ല, പച്ചെടുക്കാൻ പാടില്ല. പോവല്ലേ അനസിയ? സാധനങ്ങളൊക്കെ പാക്ക് ചെയ്താ? ആദ്യം പാക്ക് ചെയ്ത് വെച്ചിരിക്കണ, ഒരാഴ്ച മുന്നേ പാക്ക് ചെയ്തു. ഞങ്ങൾ ഭക്ഷണമൊന്നും ഉണ്ടാക്കാതെ ഇറങ്ങിയതാട്ടാ. ഇനി വീട്ടിൽ പോയിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ. ഏകദേശം അസുഖം കൊടുക്കാനായി. പുറത്തുനിന്ന് അപ്പൊ തീരുമാനം മാറ്റിയിട്ടാ. അപ്പ പറഞ്ഞ് പുറത്തുനിന്ന് നോമ്പറക്കാന്ന്. ഓക്കെ അല്ലേ ഇപ്പ? പുറത്ത് ടേബിളൊക്കെ ഇട്ടിട്ടാണല്ലോ കേട്ടോ. അതാണ് ഇപ്പൊ പറഞ്ഞ പുറത്തുനിന്നുള്ള നോമ്പറ. ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഉണ്ടായിട്ടാ. ചന്ത ഉണ്ടാവും ഇപ്പൊ നോമ്പിന്. ഞങ്ങള് ചന്തയിൽ പോകട്ടാ. മുന്നന്റെ നാട്ടിലാണ് ചന്ത. കൽപ്പകഞ്ചേരി ചന്തയിലാണ് പോണത്. ഉണ്ടാവോ? വെല്ലക്കുട്ടി ഇറങ്ങണ വെല്ലക്കുട്ടി ഇറങ്ങിക്കണ കേട്ടോ. ഉണർത്തല്ലേ വെല്ലക്കുട്ടിയുടെ? ഇവിടെ ഇവിടെ ആയിരുന്നോ സനന്റെയും ഷെഫിന്റെയും കല്യാണം? ഇവിടെ ആയിരുന്നു. ഓർമ്മിപ്പിക്കല്ലേ മുന്നേ സന. സനയുടെ ജീവിതത്തിലെ നാഴികക്കല്ലേ ടേണിംഗ് പോയിന്റ് ഇവിടെ ആയിരുന്നു. ഞാനൊന്നും പറയണില്ല. എന്നെ കൂടെ പറയിപ്പിക്കണ്ട. പറഞ്ഞാ കൊറേ ഉണ്ടാവും പറയാന്. പിന്നെ എവിടെയാണ് എനിക്കറിഞ്ഞൂടാ. ഓ ഭയങ്കര തണുപ്പ്. അവിടെ എഴുതിയിട്ടുണ്ട് നോ പാർക്കിംഗ്. അവിടെ ആണ് പോണത്. പോലീസ് അറിയിപ്പ്. ചന്ത ദിവസം റോഡിന്റെ ഇരുവശത്തും
വാഹനങ്ങൾ നിർത്തിയിടാൻ പാടുള്ളതല്ല, നോ പാർക്കിംഗ്. ഇനി എനിക്കറിയാം ജപ്പാന്റെ കേക്കണ്ട ബാബുവാ. അതിനൊരു അന്തമൊന്നും വീടാണ് നോക്കൊണ്ട് കഷ്ടപ്പെടുത്തിട്ട് നമ്മളാ കവർ ആദ്യമായിട്ടാണ് ഞാനൊക്കെ ചന്തയിൽ. നമ്മൾക്ക് സിനിമയിൽ ഇങ്ങനെ കേൾക്കില്ല. പിന്നെ ഇടിവെട്ട് തൈലം ഉണ്ടല്ലോ. ഒരു കുപ്പി ഇടിവിട്ട് തൈലം. ഞങ്ങൾ അവിടെ നിന്ന് നെസ്സിനെ വിളിച്ച് ഇറങ്ങുമ്പോൾ തന്നെ 5 മണിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കൂടുതൽ വീഡിയോസൊന്നും ചന്തയിൽ നിന്നൊന്നും എടുത്തിട്ടില്ല. പക്ഷെ പിന്നൊരു ദിവസം ഇനി അവിടെ പോയിട്ട് വീഡിയോസ് എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നെസ്സി വന്നിട്ടുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ നെസ്സിയും ഞങ്ങളുടെ കൂടെ വീഡിയോസിലൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.